വൈകല്യങ്ങളോടെല്ലാം പോരാടി നാടിന്റെ പ്രകാശമായി മാറിയ ഒരാളുണ്ട്. എവിടെയാണെന്നറിയോ? കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ അലങ്കാരത്തിനായി മാത്രം ഉപയോഗിച്ചിരുന്ന LED ബൾബുകൾ കൊണ്ട് ജോൺസൺ വൈദ്യുതി വിളക്കുണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ ആ പരീക്ഷണം പിന്നീട് വലിയ വഴിത്തിരിവായി മാറി. ശാസ്ത്ര പരീക്ഷണ ലോകത്ത് ജീവിച്ചയാളല്ല ജോൺസൺ. പോളിയോ ബാധിച്ചതിനാൽ സ്വന്തമായി ഒന്നും ചെയ്യാനും സാധിക്കില്ലായിരുന്നു. പഠനവും സ്കൂളുമെല്ലാം അങ്ങനെ സ്വപ്നമായി അവശേഷിച്ചു. തോറ്റുകൊടുക്കാതെ സ്വന്തമായി എഴുത്തും വായനയും പഠിച്ചു. ഇലക്ട്രോണിക്സിനോടായിരുന്നു താല്പര്യം. കിട്ടാവുന്ന സമയങ്ങളെല്ലാം പുസ്തകം വായിച്ചു. ഇരുട്ട് മാത്രമായിരുന്നു ശത്രു. അങ്ങനെയിരിക്കെ പെരുവണ്ണാമൂഴി ഗ്രാമത്തിൽ 1991 വൈദ്യുതി എത്തി. പക്ഷേ കറണ്ട് ഉണ്ടോ എന്നറിയാൻ ടോർച്ച് അടിച്ചു നോക്കേണ്ട അവസ്ഥ. വോൾട്ടേജ് അത്രയ്ക്ക് കുറവായിരുന്നു. അത് പരിഹരിക്കാൻ എന്തു ചെയ്യാം എന്ന ചിന്തയാണ് ജോൺസനെ വിവിധ പരീക്ഷണങ്ങളിലേക്ക് നയിച്ചത്. 2004 ലോകത്താദ്യമായി LED ലൈറ്റ് വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് ഞാൻ അന്ന് ചെയ്തത്. ലാണ് അലങ്കാരത്തിനായി മാത്രം ഉപയോഗിച്ചിരുന്ന LED ബൾബുകൾ കൊണ്ട് വൈദ്യുതി വിളക്ക് ഉണ്ടാക്കിക്കൂടാ എന്ന് ജോൺസൺ ചിന്തിച്ചത്. വിവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ 5 വാട്ട് കൊണ്ട് തന്നെ പ്രകാശം വിരിഞ്ഞൊഴുകുന്ന LED ബൾബ് ജോൺസൺ വികസിപ്പിച്ചെടുത്തു. ചൂടോ അന്തരീക്ഷ മലിനീകരണമോ ഇല്ല. ഏത് പ്രതിസന്ധിയിലും ഈ സ്ഥാപനം ഇപ്പം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പം 1/2 ഉൽപ്പന്നത്തോളം ഇന്ന് ലോകത്തില്ലാത്തതും ലോകത്തിന് ആവശ്യമുള്ളതുമായ ടെക്നോളജി വികസിപ്പിച്ച് എൻ്റെ കൈവശം എപ്പോഴുണ്ട്. വൈകല്യങ്ങളോട് പൊരുതി എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് സ്വയം മിന്നിയ ജീവിതമാണ് ജോൺസന്റേത്. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ജോൺസൺ CF ലാമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞാണ് LED ബൾബ് നിർമ്മിക്കാൻ ഒരുങ്ങിയത്. 10 വർഷം മുൻപ് നിർമ്മിച്ച ബൾബുകൾ ഇപ്പോഴും കേടുകൂടാതെ പ്രവർത്തിക്കുന്നുണ്ട്. LED ബൾബ് നിർമ്മിക്കുന്ന കമ്പനിയും സ്വന്തമായുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.